ഇതിപ്പോ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വാർത്ത അറിഞ്ഞപ്പോൾ സാധാരണയായി ആളുകൾക്കുണ്ടാവുന്ന ഞെട്ടലൊന്നും നമുക്കുണ്ടായിട്ടില്ല. കാരണം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിന് കണ്ണൂരിലെ CPMകാർ തന്നെ നൽകിയ ഒരു ചെല്ലപ്പേരുണ്ട്, അത് കണ്ണൂർ റിസോർട്ട് എന്നാണ്. കണ്ണൂർ റിസോർട്ടിൽ നിന്ന് ഒരു ജയിൽ പുള്ളി ജയിൽ ചാടുന്നത് ഒരു കൗതുകമായിട്ടുള്ള കാര്യമൊന്നുമല്ല, അത്ര ഞെട്ടിക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം CPMന്, കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടിയായിട്ടുള്ള CPMന് എല്ലാ ബ്ലോക്കുകളിലും പാർട്ടി ബ്രാഞ്ചുള്ള, പാർട്ടി ഫ്രാക്ഷനുള്ള ഒരു സെൻട്രൽ ജയിലാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ. അവിടുത്തെ തടവുകാർ അവിടെ ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്ന് മിച്ചം പിടിക്കുന്ന പണം CPMന്റെ മെമ്പർഷിപ്പിന് വേണ്ടി ലെവി അടയ്ക്കുന്ന ആളുകളുള്ള ഒരു സെൻട്രൽ ജയിലാണ്. എന്ന് പറഞ്ഞാൽ CPMന്റെ പ്രവർത്തകരായി അവിടെ തടവുകാരായി കഴിയുന്ന ആളുകൾ അറിയാതെ അവർക്ക് ഓശാന പാടുന്ന, ഒത്താശ ചെയ്യുന്ന 220-ലധികം വരുന്ന ജയിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവിടെ. 220 ജയിൽ ഉദ്യോഗസ്ഥന്മാർ ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടുമ്പോൾ. അപ്പൊ ഇവരറിയാതെ ഒരു ഈച്ച പോലും CPMകാരോ CPMകാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകി അവർക്ക് റിസോർട്ടിന്റെ പ്രതീതി അവിടെ സൃഷ്ടിക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥരോ അറിയാതെ അവിടെ ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ പൊതുസമൂഹത്തിന് വ്യക്തമല്ലേ? ആദ്യമായിട്ടാണോ കണ്ണൂർ സെൻട്രൽ ജയിൽ വാർത്തയിൽ ഇടം പിടിക്കുന്നത്? ഇവിടെ CPMന്റെ നേതാക്കന്മാർ, തലമുതിർന്ന നേതാക്കന്മാർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, ചില ആളുകളും ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട്, ഇവിടെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളൊപ്പം, സ്വർണ്ണ കടത്ത സംഘങ്ങൾക്കൊപ്പം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊപ്പം ആ ജയിൽ സന്ദർശിച്ചതിന്റെ വാർത്തകളൊക്കെ നമ്മൾ ഈ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടുത്തെ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളായിട്ടുള്ള കൊടിസുനിയും കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും മണ്ണൻ ശുചിത്വം അടക്കമുള്ള ആളുകൾ, ഇനിയുണ്ട് പട്ടിക. അവരവിടെ തങ്ങളുടെ വീടുകളിലേക്കാൾ സ്വൈര്യവിഹാരം നടത്തുന്ന വാർത്തകളും യാഥാർത്ഥ്യങ്ങളും നമ്മൾ കണ്ടതല്ലേ? ഇവിടെ ബഹുമാന്യനായിട്ടുള്ള ഋഷാഡ് സിംഗ് സാറ് ജയിൽ DGP ആയിരിക്കും സമയത്തല്ലേ അവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാനത്ത് ജയിലുകൾക്കകത്ത് പെട്ടെന്നുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റെയ്ഡുകൾ നടന്നിട്ടുള്ളത്. ആ റെയ്ഡുകളിൽ ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ടെത്തിയത് എന്തൊക്കെയാ? ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ കേസിൽ പ്രതികളായിട്ടുള്ള CPMകാരുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയത് എന്തൊക്കെയാ? 21ഓളം സ്മാർട്ട് ഫോണുകൾ, കഞ്ചാവ് പൊതികൾ, അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാനുള്ള മദ്യക്കുപ്പികൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള ജയിലിനകത്ത് ഒരു തരത്തിലും നമുക്ക് കടത്തി കൊണ്ടുപോകാൻ കഴിയാത്ത, കടന്നു വരാൻ സാധ്യതയില്ലാത്ത സാധനങ്ങൾ CPMകാരായതിന്റെ ആനുകൂല്യത്തിൽ അവിടെ കടത്തപ്പെട്ടു. ഇവിടെ ആ ആനുകൂല്യം ഈ പറയുന്ന ഗോവിന്ദച്ചാമിയും പറ്റിയിട്ടുണ്ടോ? ഒരു തമാശയായിട്ട് പറയുകയാണെങ്കിൽ CPMന്റെ ഫ്രാക്ഷനിൽ, CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഈ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലും അംഗമായിട്ടുണ്ടോ? അല്ലാതെ എങ്ങനെയാണ് ഇത്തരം ആനുകൂല്യങ്ങൾ പറ്റാൻ വേണ്ടി ജയിൽ ചാട്ടത്തിന് ഈ ഒരു കൈയില്ലാത്ത ഒറ്റക്കൈയനായ ഈ കൊടും ക്രിമിനലിന് ഈ പറയുന്ന 7.5 മീറ്റർ ഉയരമുള്ള ചുറ്റുമതിൽ, സുരക്ഷാ മതിൽ, 140 CCTV ക്യാമറകൾ, 220 ഉദ്യോഗസ്ഥന്മാർ, അവിടെ കാരിരുമ്പിന്റെ കരുത്തുള്ള ഇരുമ്പ് ആ സെല്ല്, ഇതെല്ലാം മറികടന്ന് ഈ പറയുന്ന ആളിന് പുറത്തു ചാടാൻ വേണ്ടി കഴിയുന്നു. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, എങ്ങനെയാ അദ്ദേഹം പുറത്ത് കടക്കുന്നത്? ഇവിടെ ഈ സമയത്ത് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച്, മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 3 മാസത്തെ പ്രിപ്പറേഷൻ ഉണ്ട്, 3 മാസത്തെ തയ്യാറെടുപ്പ്. ആ 3 മാസത്തെ തയ്യാറെടുപ്പ് എന്താ? ഒരു ജയിൽ പുള്ളി, ഒരു ജയിൽ തടവുകാരൻ, അതും കൊടും ക്രിമിനലായിട്ടുള്ള ഏറ്റവും കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട, വധശിക്ഷയ്ക്ക് ആദ്യം ശിക്ഷിക്കപ്പെടുകയും സുപ്രീം കോടതി അതിനെ ലഘൂകരിച്ച് ജീവപര്യന്തം, മരണം വരെ ശിക്ഷ ലഭിച്ച ഈ ഗോവിന്ദച്ചാമി, അവിടെ ജയിൽ ഉദ്യോഗസ്ഥർ ഗോവിന്ദച്ചാമിക്ക് പ്രത്യേക മെനു കൊടുക്കുക. എന്താ? ചോറ് വേണ്ട എന്ന് ഗോവിന്ദച്ചാമി പറഞ്ഞാൽ ചോറ് വേണ്ട, ചപ്പാത്തി കഴിച്ച് ചോറ് ഒഴിവാക്കി ഈ പറയുന്ന 3-4 മാസം കൊണ്ട് ഗോവിന്ദച്ചാമി എന്ത് ചെയ്യുന്നു? ശരീരഭാരം കുറയ്ക്കുന്നു. ശരീരഭാരം കുറച്ച് നുഴഞ്ഞു കയറാനും അഴികൾക്കുള്ളിലൂടെ കടന്നു വരാനുമുള്ള അതിനുള്ള പരിശീലനം നേടുന്നു. താടി നീട്ടി വളർത്തുന്നു. നമുക്കറിയാലോ, ജയിൽ ചട്ടത്തില് 291 ക്ലോസ് 1 ജയിൽ ചട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരാൾക്ക് താടി നീട്ടി വളർത്താമോ? എത്ര സെന്റിമീറ്റർ താടി ഒരു ജയിൽ തടവുകാരൻ വളർത്താം അല്ലെങ്കിൽ വയ്ക്കാം എന്നുൾപ്പെടെ പറയുന്നുണ്ട്. 1 മാസത്തിനകത്തോ മറ്റോ എല്ലാവരും നിർബന്ധമായിട്ടും ഷേവ് ചെയ്യണമെന്നോ മറ്റോ വകുപ്പുണ്ട്. നിർബന്ധമായും ഷേവ് ചെയ്യണം, അല്ലെങ്കിൽ 2.5 സെന്റിമീറ്റർ പരമാവധി. അതാണ് നമ്മൾ തമാശയായിട്ട് തോന്നുന്നത്. പക്ഷേ താടിയും മുടിയും
വളർത്തുന്നതിന്റെയും വെട്ടുന്നതിന്റെയും കണക്ക് പോലും ജയിൽ ചട്ടം 291 ക്ലോസ് 1 പറയുന്നുണ്ട്. അവിടെ ഈ 3-4 മാസത്തോളമായി ഇയാൾ ഇതിനു വേണ്ടി ഈ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സഹോദരിയെ അപഹരിച്ചെടുത്ത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മലയാളി പെൺകുട്ടികളെ ആകെ തന്നെ അപമാനിക്കുന്ന ഒരാൾ, ഈ ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഇയാൾ ഈ 3-4 മാസം അതിനു വേണ്ടുന്ന എല്ലാ പരിശീലനങ്ങളും അതിനു വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് ജയിൽ ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്നാണോ പൊതുസമൂഹത്തിൽ LDFന്റെ സർക്കാർ ആഭ്യന്തരം കൂടി ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്? അദ്ദേഹം ശരീരഭാരം കുറച്ചതിന്റെ മാറ്റം ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞില്ലെന്നാണോ മുഖ്യമന്ത്രി പറയുന്നത്, പാർട്ടി സെക്രട്ടറി പറയുന്നത്? അദ്ദേഹത്തിന് 140 ക്യാമറയിൽ ഈ പറയുന്ന കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി പെട്ടിട്ടില്ല എന്നാണോ പറയുന്നത്? ഈ പറയുന്ന ഒറ്റക്കയ്യനായിട്ടുള്ള ഈ മനുഷ്യന് ആ ജയിൽ ചാടാൻ അതിനകത്തുനിന്ന് ജയിൽ ഉദ്യോഗസ്ഥരുടെയോ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഫ്രാക്ഷൻ അണികളായിട്ടുള്ള ആളുകളുടെ ഈ പറയുന്ന സഹായം ലഭിച്ചിട്ടില്ലെന്നാണോ പറയുന്നത്? അപ്പോ ഈ പറയുന്ന CPMന്റെ നേതാക്കന്മാർ, ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥർ കൃത്യമായി ആസൂത്രണം ചെയ്ത് ജയിൽ ചാട്ടത്തിന് വേണ്ടി ഈ പറയുന്ന കൊടും ക്രിമിനലായിട്ടുള്ള ഗോവിന്ദച്ചാമിയെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. കാരണം സാധാരണയായി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന മാറ്റം നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി നോക്കിക്കാണാൻ വേണ്ടി കഴിയുന്നതാണ്. അതോടൊപ്പം ആക്സോബ്ലേഡ് സംഘടിപ്പിക്കുന്നു, ഉപ്പ് സംഘടിപ്പിക്കുന്നു. ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞതനുസരിച്ച്, ഈ അടുത്ത് കിട്ടിയ മൊഴി അനുസരിച്ചാണെങ്കിൽ, പത്രമാധ്യമങ്ങൾ പുറത്തുവിടുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ, റിപ്പർ ജയാനന്ദൻ 2010 ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയ അതേ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് പുറത്തു ചാടിയിരിക്കുന്നത്. അപ്പോ റിപ്പർ ജയാനന്ദന്മാര് ജയിലിൽ ചാടുന്നത് പോലെ, ഗോവിന്ദച്ചാമിമാർ ജയിലിൽ ചാടുന്നത് പോലെ, ജയിൽ എന്ന് പറയുന്നത് കൊടും ക്രിമിനലുകൾക്ക് ഉല്ലാസ കേന്ദ്രമായി, അവർക്ക് ഡയറ്റ് നോക്കാൻ, അവർക്ക് യഥേഷ്ടം പുറത്തു ചാടാൻ, CPMകാർക്ക് ഫ്രാക്ഷൻ നടത്താനുള്ള റിസോർട്ടുകളായി ഈ പിണറായി ഭരണത്തിൽ മാറുന്നു എന്ന കാര്യം കേരള പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട്. ശരി.